അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സന്തോഷപൂർവ്വം സ്വാഗതം. വിശുദ്ധ റമളാനിൻ്റെ സമ്മാനമാണല്ലോ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഇന്നൽപ്പം ഖുർആനിക ചിന്തകളാവാം. ലോകത്തെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ഏറ്റവും കൂടുതൽ ഹൃദിസ്ഥമാക്കപ്പെടുന്ന ബൈഹാർട്ട് ചെയ്യപ്പെടുന്ന ഗ്രന്ഥവും വിശുദ്ധ ഖുർആൻ തന്നെ. ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം ധാരാളമായി പാരായണം ചെയ്യുന്നത്, ഓതുന്നത് എന്നാണ്. അനുയായികൾ ഏറ്റവും കൂടുതൽ പുണ്യം എന്ന നിലയിൽ ഓതുന്നതും ഖുർആൻ തന്നെയാണ്. ധാരാളമായി ഓതാൻ നിർദ്ദേശിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ലക്ഷ്യം നിരവധിയാണെങ്കിലും എല്ലാ ആളുകളെയും അതിൻ്റെ അനുയായികളെയെല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയും വിധം നിറവേറ്റപ്പെടുന്ന ലക്ഷ്യം അത് പാരായണം ചെയ്ത് പുണ്യം വാങ്ങുക എന്നുള്ളതാണ്. ഖുർആനിൽ പഠനം നടത്താം, ഗവേഷണം നടത്താം, അർത്ഥങ്ങൾ മനസ്സിലാക്കി പാരായണം ചെയ്യാം, അതിലെ ശാസ്ത്രീയ സത്യങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കാം. ഇങ്ങനെ ഒരുപാട് ഉദ്ദേശ്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്താം. ബുദ്ധിയുള്ളവർക്കും സാധാരണക്കാർക്കും പഠിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ലഭിക്കുന്ന വിധം, അനുഭവവേദ്യമാകുന്ന വിധം അതിൻ്റെ ലക്ഷ്യം പൂർത്തിയാവുന്നത് പാരായണം ചെയ്യുമ്പോഴാണ്. അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ടുള്ള പാരായണം. വിശുദ്ധ റമളാനിൽ സാധാരണ മുഅ്മിനീങ്ങൾ ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓതുന്നു. അങ്ങനെ റമളാൻ പൂർത്തിയാകുമ്പോഴേക്കൊരു ഖത്മ് മിനിമം പൂർത്തിയാക്കാൻ കഴിയും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിനോട് നമുക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത വിടാൻ 40 ദിവസം കൊണ്ടെങ്കിലും ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കണം. ഖുർആൻ ഖത്മ് ചെയ്യുന്നതിൻ്റെ ഒരു അളവ്, ഡ്യൂറേഷൻ 40 ദിവസമാണ്. ഖുർആനെ ഓതാതെ അതുമായി ഒരു ബന്ധവുമില്ലാതെ ഉപേക്ഷിച്ച് കളയരുത്. വിശുദ്ധ റമളാനിൽ നമ്മൾ ഖുർആനുമായി അടുത്തു, ധാരാളം ഓതാൻ പരിശ്രമിക്കുന്നു. ആ ശ്രമം തുടരുകയും ഖുർആൻ ഖത്മ് തീർക്കുക എന്നുള്ളത് ഒരു 40 ദിവസം കൊണ്ടെങ്കിലും റമളാനിന് ശേഷവും തുടരുകയും വേണം. വിശുദ്ധ ഖുർആൻ ഓതുന്നത് വലിയ പുണ്യമാണ്. ഖുർആൻ നോക്കുന്നത് പുണ്യമാണ്. ഖുർആൻ കേൾക്കുന്നത് കൂലിയുള്ളതാണ്. നോക്കുന്നതും കാണുന്നതും ശ്രദ്ധിക്കുന്നതും കേൾക്കുന്നതുമെല്ലാം കൂലി ലഭിക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ദിനേന ഓതൽ വലിയ പുണ്യമുള്ള സൂറത്തുകൾ പ്രത്യേകം പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ മുൽക്ക്, ഖബറിൽ കൂടെ നിൽക്കുന്ന എല്ലാ രക്ഷയും നൽകുന്നതിന് കാരണമാകുന്ന സൂറത്തുൽ മുൽക്ക്, ദാരിദ്ര്യത്തിൽ നിന്ന് എന്നും മോചനം ലഭിക്കാൻ പരിഹാരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള സൂറത്തുൽ വാഖിയ, സൂറത്തുൽ ദുഖാൻ, യാസീൻ, അർ റഹ്മാൻ, അലിഫ് ലാം മീം, സജദ തുടങ്ങി സബ്ഉൽ മുൻജിയാത്ത് 7 സൂറത്തുകൾ ദിനേന പാരായണം ചെയ്യൽ മുഅ്മിനീങ്ങൾക്ക് വലിയ പുണ്യമുള്ള, ബറക്കത്തുള്ള, പ്രതിഫലാർഹമായ കാര്യമാണ്. ഖുർആൻ ഓതിയിട്ട് പുണ്യം ലഭിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഭൂമി ലോകത്തുള്ള ആളുകൾ, ഒരുപാട് ആളുകളെ കോണ്ടാക്റ്റ് ഉണ്ടാകും. എങ്കിൽ ഖുർആൻ ഓതുന്നത് മുഖേന നമുക്ക് പരിചയമുള്ള മലക്കുകൾ, മലായിക്കത്ത് നമ്മെ പരിചയപ്പെടുകയും അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യും. നമ്മൾ എത്രത്തോളം ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കുന്നു അത്രത്തോളം റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മളുമായി ബന്ധപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ മുആദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വാനലോകത്തുനിന്ന് ആയിരക്കണക്കിന്, 10,000-കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വഫാത്തായ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസയിൽ പങ്കെടുക്കാൻ 10,000-കണക്കിന് മലക്കുകൾ വന്നപ്പോൾ മലക്കുകളോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് മുആദിനെ ഇത്ര വലിയ പരിചയം? അപ്പോഴാണ് മലക്കുകൾ പ്രതികരിക്കുന്നത്, മുആദിനെ പരിചയമെന്നോ? ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്
വാനലോകത്തേക്ക് സംഭാവന ചെയ്യുന്നത്, അതിൻ്റെ പ്രഭ പരത്തുന്നത് മുആദ് റളിയല്ലാഹു അൻഹുവാണ്. മുആദ് റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലാണ്. തബൂക്കിലുള്ള മുത്തുനബി മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിക്ക് കാണിച്ചു കൊടുക്കുകയാണ് മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ സന്ദർഭം. തബൂക്ക് മദീനയിലേക്ക് ചുരുക്കി. ആയിരക്കണക്കിന് മലക്കുകളെ കണ്ടപ്പോൾ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതപ്പെട്ടു. തബൂക്കിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് നിസ്കരിക്കുകയാണ്. കാരണം അന്വേഷിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇഖ്ലാസ് ഓതുന്നവരായിരുന്നു മഹാനായ മുആദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന് ബോധ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആൻ അതുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മളുമായുള്ള ബന്ധം മലക്കുകൾ സുദൃഢമാക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തു തൗഹീദ്, അത് വലിയ പുണ്യമുള്ളതാണ്. കൂടുതലായി ഓതണം. ഒരു നാട്ടിൽ പള്ളിയിൽ നിയമിക്കപ്പെട്ട ഇമാമ് എല്ലാ സൂറത്തുകൾക്കും ശേഷം നിസ്കാരത്തിലെ എല്ലാ റക്അത്തിലും സാധാരണ സൂറത്തുകൾക്ക് പുറമേ സൂറത്തുൽ ഇഖ്ലാസ് കൂടെ ഓതും. ഇതൊരു പുതിയ അനുഭവമായതുകൊണ്ട്, ഒരു ബിദ്അത്തായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പരാതി വന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രദേശത്തെ ഇമാമിനെ വിളിച്ചു വരുത്തി. സ്വഹാബിയാണ്, നിങ്ങൾ എന്താണ് അങ്ങനെ? ഞാൻ നിർദ്ദേശിക്കാത്ത ഒരു പുതിയ കാര്യം എല്ലാ റക്അത്തിലും നിങ്ങളുടെ വക അഡീഷണലായി സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ആ സ്വഹാബി പറഞ്ഞു, ഞാൻ വല്ലാതെ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെട്ടു പോകുന്നു. സൂറത്തു തൗഹീദ് എനിക്ക് വല്ലാത്ത പ്രിയമാണ്. അതുകൊണ്ട് ഞാൻ ഏത് സൂറത്ത് ഓതിയാലും ഞാൻ അതിൻ്റെ കൂടെ അഡീഷണലായി ഫിറ്റ് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിലക്കിയില്ല. മുത്തുനബി അതിനെക്കുറിച്ച് പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലക്കൽ ജന്ന. സൂറത്തുൽ ഇഖ്ലാസിനോട്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിനോട് നിങ്ങൾക്കുള്ള ആ പ്രത്യേകമായ താല്പര്യം, നിങ്ങളുടെ സ്നേഹം, അത് നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. സൂറത്തുൽ ഇഖ്ലാസിനെ നമ്മൾ സ്നേഹിക്കണം, ധാരാളമായി ഓതണം. ഒരു ദിവസം 200 തവണയെങ്കിലും ഓതണമെന്നല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ദിവസം 200 തവണയെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. കുറഞ്ഞ സമയമേ വേണ്ടൂ. എല്ലാ നിസ്കാരത്തിൻ്റെ പിറകെയും ഒരു 40 തവണ, 4 20. കുറഞ്ഞ സമയം കൊണ്ട് 40 തവണ ഓരോ വക്തിലും നമുക്ക് ഓതി തീർക്കാൻ കഴിയും. നിസ്കാരം കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോകുന്ന സ്ത്രീകൾ, നിസ്കാരം കഴിഞ്ഞ് മറ്റെന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുന്നതിൻ്റെ ഇടയിൽ തന്നെ ഓതി തീർക്കാം. പള്ളിയിൽ നിന്ന് ഇറങ്ങി കടയിലേക്കോ ബസ് സ്റ്റോപ്പിലേക്കോ പോകുന്നതിൻ്റെ ഇടയിൽ വിരൽ കൊണ്ട് എണ്ണിയാൽ മിനിറ്റുകൾ കൊണ്ട് തീർക്കാൻ കഴിയുന്നതാണ് 40 ഇഖ്ലാസ്. അങ്ങനെ ഒരു ദിവസം 5 വക്തിലും 40 ഓതിയാൽ 200 ഇഖ്ലാസ് സൂറത്ത് നമുക്ക് ഓതാൻ കഴിയും. ഇങ്ങനെ വിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധം നമുക്കെപ്പോഴും നിലനിൽക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതുന്നതിന് എല്ലാ സമയത്തും ഒരേ പുണ്യമല്ല. ഏറ്റവും കൂടുതൽ പുണ്യമുള്ളത് നിസ്കാരത്തിലായിരിക്കുകയാണ്. നിസ്കാരത്തിലല്ലാത്തപ്പോൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് രാത്രിയിലാണ്. രാത്രിയിൽ തന്നെ മഗ്‌രിബ് ഇശാഇൻ്റെ ഇടയിൽ ഖുർആൻ ഓതുന്നതിനാണ് ഏറ്റവും പുണ്യം. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലെ അവസാന യാമത്തിലാണ്. പാതിരാവിൽ വിശുദ്ധ ഖുർആൻ ഓതുന്നത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. ഇനി ഖുർആൻ ഓതുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് അതിലേക്ക് താല്പര്യം ജനിക്കുകയും മറ്റു ഗുണങ്ങളുണ്ടാവുകയും ആളുകളെ നന്നാക്കാൻ ഉദ്ദേശിക്കുകയും ഒക്കെയാണെങ്കിൽ ഉറക്കെ ഓതലാണ് നല്ലത്. ഉറങ്ങുന്നവർക്ക്, നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകുന്നില്ലെങ്കിൽ മാത്രം. മറ്റുള്ളവർക്ക് അലോസരമാകുമെന്ന് കണ്ടാൽ അത് പതുക്കെ ഓതലാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്. ശുദ്ധ ഖുർആൻ ഓതിയ ഉടനെയുള്ള പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യതയുണ്ട് എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. നോക്കൂ, നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി ദീർഘയാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിൽ സിറ്റ് ഔട്ടിലിരിക്കുകയാണ്.
സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ തൻ്റെ കെട്ടിയിട്ട വാഹനത്തെ നോക്കുമ്പോൾ ആ കുതിര ശക്തമായി മേലോട്ട് ചാടുന്നത് കാണുന്നു. ഖുർആനോത്ത് നിർത്തിയപ്പോൾ കുതിരയുടെ ചാട്ടവും നിന്നു. വീണ്ടും ഖുർആനോത്ത് തുടരുമ്പോൾ വീണ്ടും ശക്തമായി കുതിര ചാടുകയാണ്. ഇനിയും അതിങ്ങനെ തുടർന്നാൽ ആ മൃഗം ചത്തുപോകുമല്ലോ എന്ന് ഭയന്ന് വെറുതെ ഒന്ന് പുറത്തേക്കിറങ്ങി നോക്കിയപ്പോൾ അതാ മേൽഭാഗത്ത് വെളിച്ചം, മേലാപ്പ് തീർത്തിരിക്കുകയാണ്. തൽക്കാലം ഓത്തിന് വിരാമമിട്ട് പിറ്റന്നാൾ ഇലാ ഹളറത്ത് റസൂലില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലെത്തിയ സ്വഹാബിക്ക് നൽകിയ റസൂലുള്ളാഹിൻ്റെ സന്തോഷ വാർത്ത, ദാക മലായികത്തുർ റഹ്മ, അത് റഹ്മത്തിൻ്റെ മലക്കുകളുടെ അവതരണമാണ്. അത് കണ്ട് സായുജ്യമടഞ്ഞ മൃഗം മേലോട്ട് ചാടുന്നതാണ് നിങ്ങൾ കണ്ടത്. വിശുദ്ധ ഖുർആൻ്റെ പാരായണം സുബഹി വരെ നിങ്ങൾ തുടർന്നിരുന്നുവെങ്കിൽ മേലെ നിങ്ങൾ കണ്ടിരുന്ന ആ വിളക്കുകൾ താഴേക്ക് ഇറങ്ങി വന്ന് ഭൂമിക്ക് മുത്തം വെക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു. ഉസൈദെ എന്ന് ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ അവതരിക്കും. വീട്ടിലും പള്ളിയിലും നമ്മൾ ഓതുന്നിടത്തും റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടെ അവതരിക്കും. റഹ്മത്തിൻ്റെ മലക്കുകൾ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തിനനുസരിച്ച് നമ്മളോട് ബന്ധം കൂടും. നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിന് അവരുടെ സാന്നിധ്യവും ഉണ്ടാകും. ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹർ, ശുദ്ധിയുള്ളവരല്ലാതെ അത് തൊടാൻ പാടില്ലല്ലോ. വലിയ ശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയുള്ളവർ മാത്രമേ വിശുദ്ധ ഖുർആനിനെ തൊടാൻ പാടുള്ളൂ. ഖുർആനിനെ എടുക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴൊക്കെ ബഹുമാനത്തോടുകൂടെ ആയിരിക്കണം നമ്മൾ ഇത് സ്പർശിക്കേണ്ടത്, ഉപയോഗിക്കേണ്ടത്, വെക്കേണ്ടത്. പൊടി പുരളുന്ന മറ്റു വസ്തുക്കൾ അലക്ഷ്യമായിട്ടിരിക്കുന്ന ഇടയിൽ ടേബിളിലോ അല്ലെങ്കിൽ തട്ടിലോ കിച്ചണിൽ മറ്റു വസ്തുക്കൾ വെച്ചതിൻ്റെ ഇടയിലോ ഒരിക്കലും വിശുദ്ധ ഖുർആനിനെ നാം അലംഭാവത്തോടെ വെച്ചു പോകരുത്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ ഓതുന്നത് മാത്രമല്ല, കേൾക്കുന്നത് വലിയ പുണ്യമുള്ളതാണ്. നോക്കുന്നത് കൂലി കിട്ടുന്ന കാര്യമാണ്. ചാരിയിരുന്ന് ഖുർആൻ ഓതാൻ പാടില്ല, അതിന് ബഹുമാനത്തിന് നിരക്കാത്തതാണ്, കറാഹത്താണ്. കാല് നീട്ടിയിരുന്ന് പലപ്പോഴും പള്ളിയിലൊക്കെ നമ്മൾ ക്ഷീണം കൊണ്ടാണ് കാൽ നീട്ടിയിരുന്ന് ഖുർആൻ ഓതുന്നത് ഖുർആനോടുള്ള ബഹുമാനക്കുറവാണ്, കറാഹത്താണ്. ഇങ്ങനെ ഖുർആനിനെ മനസ്സുകൊണ്ട് ബഹുമാനിക്കാനും നിത്യജീവിതത്തിൽ ധാരാളം ഓതാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും അതിനുള്ള ഒരു തുടക്കമായി വിശുദ്ധ ഖുർആനുമായുള്ള ഈ റമദാനിലെ കണക്ഷൻ നമ്മളൊരു സ്റ്റാർട്ടിംഗ് ആയി കാണുകയും വേണം. നോക്കൂ നിങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണല്ലോ വിശുദ്ധ ഖുർആൻ അവതരിച്ചിരിക്കുന്നത്. ഒരിക്കൽ നന്നായി ഖുർആൻ ഓതുന്ന, നല്ല സ്വരമാധുരിയിൽ ഖുർആൻ ഓതുന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. വിളിച്ചിട്ട് പറയുന്നു, യാ അബ്ദുല്ലാ, എനിക്കല്പം ഖുർആൻ ഓതി തരണം. ഞാൻ ഖുർആൻ ഓതിയിട്ട് റസൂലുള്ള ഖുർആൻ ഓതുന്നത് ഞാൻ കേൾക്കുക എന്ന് പറയുമ്പോൾ സ്വഹാബിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അത്ലു അലൈക്കൽ ഖുർആന വഅലൈക ഉൻസിൽ, ഞാൻ ഖുർആൻ ഓതിയിട്ട് അങ്ങ് കേൾക്കുകയോ, അങ്ങേക്കല്ലേ ഖുർആൻ അവതരിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഖുർആൻ കേൾക്കുന്നതിൻ്റെ പ്രാധാന്യം. സൂറത്തുൻ നിസാ ചാപ്റ്റർ നമ്പർ 4 സൂറത്ത് ഓതാൻ തുടങ്ങി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. കുറേ അങ്ങെത്തിയപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാലോകരം മുഴുവനും മഹ്ശറയിൽ ഹാജരാക്കുന്ന ഘട്ടം അനുസ്മരിക്കുന്ന ആയത്തെത്തിയപ്പോൾ, കൈഫ ഇദാ ജഅനാക മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ എന്ന് പരാമർശിക്കുന്ന സൂറത്തുൻ നിസായിലെ അവസാന ഭാഗം എത്തിയപ്പോൾ, ഫഹ്സ്ബുകൽ ആൻ, പ്ലീസ് സ്റ്റോപ്പ്. റസൂൽ പറയുന്നു, ഇനി ഓതല്ല. തന്നെ സാക്ഷിയായി മുഴുവൻ ആളുകളെയും വിസ്തരിക്കുന്ന മഹ്ശറയുടെ പ്രത്യേക ഘട്ടം ആലോചിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി അങ്ങോട്ട് രടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഫൽതഫത്തു ഇലൈ, ഞാൻ മുത്തുനബിയിലേക്ക് തിരിഞ്ഞു നോക്കി. എന്താണ് എന്നോട് നിർത്താൻ പറഞ്ഞത്? ഹബീബിൻ്റെ കൺതടങ്ങളിലൂടെ മുഖത്തൂടെ വെള്ളം ഒലിച്ചിറങ്ങുകയാണ്. കൺതടങ്ങളിലൂടെ ജലബാഷ്പങ്ങൾ ഒഴുകുന്നു. കരയുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധ ഖുർആൻ കേൾക്കുന്നതും ഓതിയിട്ട് അതിൻ്റെ ഗൗരവം ആലോചിച്ച് കരയുന്നതുമൊക്കെ വലിയ പുണ്യമാണ്. ഖുർആൻ്റെ കൂടെ നടന്ന് ഖുർആൻ സാക്ഷിയാകുന്ന നാളെ ആഖിറത്തിൽ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ഖുർആൻ സാക്ഷിയായി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.